അർജുൻ അശോകൻ ആൻഡ് അനഘ നാരായൺ ഇവർ ഹീറോയിനായിട്ട് അഭിനയിച്ച അൻപോട് കൺമണി സിനിമയെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ തമ്പനയിൽ കാണാനാകും, അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാനും ആകും. അപ്പോൾ ഞങ്ങൾ എല്ലാ സിനിമകളുടെയും തന്നെ റിവ്യൂ വീഡിയോകൾ ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാതെ തന്നെ കാണാനായിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ കാലത്ത് മാരേജ് ആകുന്ന ദമ്പതികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കുട്ടികൾ ഉണ്ടാകാത്ത ഒരു അവസ്ഥ. അത് ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ഉണ്ട്. നമുക്ക് ചുറ്റുപാടിൽ നോക്കിയാൽ തന്നെ പലർക്കും ആദ്യ മാസം തന്നെ മാരേജ് ആയതും കുട്ടികൾ ആകുന്ന ആ സന്തോഷം ലഭിക്കുന്ന ദമ്പതികളെയും നമുക്ക് കാണാനാകും. അതേസമയം ഒരു മാസം കഴിഞ്ഞല്ല, ഒരു വർഷം കഴിഞ്ഞല്ല, 5 വർഷം, 10 വർഷം, 15 വർഷമൊക്കെ ആയിട്ടും കുട്ടികളില്ലാതെ അതിൻ്റെ വിഷമതകൾ അനുഭവിക്കുന്ന ഒരു സമൂഹത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷെ പണ്ടൊക്കെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഏകദേശം പേർക്കൊക്കെ കുട്ടികൾ ഉണ്ടാകും. പണ്ടത്തെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ 7-8 കുട്ടികളൊക്കെ ഉണ്ടാവും, മക്കളൊക്കെ ഉണ്ടാവും. ചിലവർക്ക് മിനിമം 3 ആളെങ്കിലും ഉണ്ടാവും പണ്ട്. ഇന്ന് അങ്ങനെയല്ല. പലരും മക്കൾ കുറച്ച് മതി എന്ന് ചിന്തിച്ചിട്ട് 1 കുട്ടി 2 കുട്ടി അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം എന്ന് ഞാൻ ഒരു തമാശ രൂപത്തിൽ പറയുകയാണ്. എന്തായാലും നേരത്തെ ഉള്ള അത്രയ്ക്ക് മക്കൾ ഇന്ന് ഓരോ വീടുകളിലും ഇല്ല. അത് സ്വന്തം തീരുമാനം കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ സംഭവിക്കാത്തത് കൊണ്ടോ ആണെന്ന് നമുക്ക് ചുറ്റും വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് കുട്ടികൾ ഉണ്ടാകുന്ന കാര്യത്തിൽ ഇന്നത്തെ സമൂഹം വളരെയധികം വിഷമതകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ മാറ്ററുമായി ബന്ധപ്പെട്ട ഒരു സിനിമ തന്നെയാണിത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ തുടങ്ങിയാണ് സിനിമ അങ്ങനെ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെ മക്കളില്ലാത്ത ആ ഒരു ദമ്പതികൾക്ക് സമൂഹത്തിൽ നിന്ന്, അതായത് ആ നാട്ടുകാരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന കളിയാക്കലുകൾ, അതേപോലെ തന്നെ അവരോട് നിന്ദനങ്ങൾ, പിന്നെ കൊത്തുവാക്കുകൾ, പിന്നെ മലടി എന്നൊക്കെ ആ സ്ത്രീയെ വിളിക്കുന്ന ഒരു സാഹചര്യം, അതൊക്കെ തന്നെ സാധാരണ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. എല്ലായിടത്തൊന്നും ഇല്ല കേട്ടോ. ഞാൻ അവസാനം വരെ ഈ സിനിമയിലൊരു മൈനസ് പോയിൻ്റായിട്ട് ഞാൻ കണ്ട ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ അവസാനം വരാം. പക്ഷേ എന്നാലും ചിലരൊക്കെ അങ്ങനെ അവരെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ അങ്ങനെയൊക്കെ വിഷമതകൾ ഉണ്ടാകുമ്പോൾ അവർക്ക് സ്വയം, ഇങ്ങനെ വിഷമതകൾ ഇല്ലെങ്കിൽ പോലും അവർക്ക് സ്വയം, ആ ദമ്പതികൾക്ക് സ്വയം മക്കളില്ലല്ലോ, മറ്റുള്ളവരൊക്കെ കുട്ടികളുമായിട്ട് നടക്കുമ്പോൾ, അതായത് ഇവരോടൊപ്പം മാരേജ് ആയവരൊക്കെ, ഇവർക്ക് ശേഷം മാരേജ് ആയവരൊക്കെ കുട്ടികളുമായിട്ട് നടക്കുമ്പോൾ ഞങ്ങൾക്ക് മക്കളില്ലല്ലോ എന്നുള്ള സ്വയമുള്ള ആ മാനസിക വിഷമം അതൊക്കെ തന്നെ സമൂഹത്തിലുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ സിനിമയിൽ വളരെ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. സംഭവം അത് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ അർജുൻ അശോകൻ്റെ കൂട്ടുകാരായിട്ട് മൃദുൽ നായർ, നവാസ് വള്ളിക്കുന്ന്, പിന്നെ അൽതാഫ് സലീം ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അർജുൻ അശോകനും അതുപോലെ അനഘ നാരായണനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഇവർ എത്രത്തോളം സപ്പോർട്ടീവാണ്, അതേപോലെ ഹെൽപ്പ് ചെയ്യുന്നു, അതേപോലെ അവർ ചെയ്യുന്ന കോമഡികൾ അതൊക്കെ തന്നെ ഈ സിനിമയിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം 2024 ഇതേ മാറ്ററിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വിശേഷം എന്നാണ് ആ സിനിമയുടെ പേര്. അത് കണ്ടവർക്കറിയാം. അതിലും ഇതേ മാറ്റർ തന്നെയാണ്, ഇതേ കാര്യങ്ങൾ തന്നെയാണ് പോകുന്നത്. എന്നാൽ ഈ സിനിമയിൽ ഒരു വ്യത്യസ്തതയുണ്ട്. നാട്ടുകാർ വഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ സിനിമയിലും ജോണി ആൻ്റണി കുട്ടികളില്ലാത്തവരെ ചികിത്സിക്കുന്ന ആളായിരുന്നു. ഈ സിനിമയിൽ അദ്ദേഹത്തിന് ഇത് തന്നെയാണ് പണി. എനിക്ക് തോന്നുന്നത് ഇനി വരുന്ന സിനിമകളിലും അദ്ദേഹം കുട്ടികളില്ലാത്തവരെ പരിചരിക്കുന്ന ഡോക്ടർ എന്ന നാമം ഇനി പ്രത്യേകം എഴുതി കാണിക്കുമെന്നാണ് തോന്നുന്നത്. അതായത് സൂപ്പർ സ്റ്റാർ എന്നൊക്കെ എഴുതി കാണിക്കുന്നില്ലേ, അതുപോലെ ജോണി ആൻ്റണിക്ക് അങ്ങനെ കാണിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം കാണുന്ന സിനിമകളിലൊക്കെ അദ്ദേഹം ഇതിനായിട്ട് പരിചരിക്കുന്ന ഡോക്ടറാണ്. അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. പിന്നെ ഈ സിനിമയിലെ ഈ ഒരു മാറ്ററാണ് സ്ട്രോങ് ആയിട്ട് പോകുന്നതെങ്കിലും നമുക്കൊരു മുഷിപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കോമഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നാട്ടുകാരിലൂടെ, അതുപോലെ ഇവരുടെ കൂട്ടുകാരിലൂടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവർ തന്നെ ചെയ്യുന്ന, അങ്ങനെ കുറേ കോമഡി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സിനിമ നമുക്ക് മുഷിപ്പില്ലാത്ത രീതിയിൽ അങ്ങനെ കണ്ടിരിക്കാം.
പക്ഷേ ഈ സിനിമ ആർക്കൊക്കെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുട്ടികളില്ലാതെ കഷ്ടപ്പെടുന്നവർക്കും അവരെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ, അവരുടെ ബന്ധുക്കൾ, അതേപോലെ നാട്ടുകാർ, അങ്ങനെയുള്ളവരൊക്കെ ഈ സിനിമ കാണുമ്പോൾ അവർക്കൊക്കെ ഇതൊരു ടച്ചിങ് ആയിരിക്കും. പക്ഷേ എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടുമോ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ചെറിയ കുട്ടികൾ, അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാത്ത പ്രായമായവർ, അവർക്കൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ഈ സിനിമ മാച്ചാകുമോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അവർ കണ്ടിട്ട് അവരുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കട്ടെ. അതായത് എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പിന്നെ ഈ സിനിമയിൽ ഞാൻ കണ്ട ഒരു വലിയൊരു മൈനസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അനീഷ് കൊടുവള്ളിയാണ് ഈ സിനിമ റൈറ്റ് ചെയ്തിരിക്കുന്നത്, സ്റ്റോറി എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഇത് നല്ല രീതിയിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുക തന്നെ വേണം. പക്ഷേ ഇതെന്താ, ഈ സിനിമയെ കാണിക്കുന്ന നാടെന്താ വെള്ളരിക്ക പട്ടണമാണോ? അതൊരു സത്യം പറഞ്ഞാൽ എനിക്ക് ആ കാര്യം ഇഷ്ടമേ ആയില്ല. ഇത് എന്താ ഇത്? ഈ സിനിമയിൽ കാണുന്ന നാട്ടുകാരെല്ലാവരും തന്നെ മക്കളില്ലാത്ത ഒരു ദമ്പതിയുടെ അടുത്ത് പോയിട്ട് വിശേഷമുണ്ടോ, പിന്നെ അതേപോലെ കുത്തുവാക്കുകൾ, പരിഹാസം, മലടി എന്ന് വിളിക്കുക, അങ്ങനെയൊക്കെ നാട്ടുകാരിൽ ഒന്നോ രണ്ടോ ആൾ പറയും. ഓക്കെ, അത് നമ്മൾ സമ്മതിക്കുക. അതും ഇന്നത്തെ കാലത്ത് അങ്ങനെ മുഖത്ത് നോക്കിയൊന്നും ഇതുപോലെയൊന്നും പറയില്ല. ഇത് കുറച്ച് ഓവറായിപ്പോയി. എന്തിനാണ് ഇങ്ങനെ കഥ എഴുതിയതെന്ന് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. കാരണം അത് എനിക്ക് കണ്ടിട്ട് ഈ സിനിമയുടെ അവസാനത്തെ ഒരു ക്ലൈമാക്സിലുള്ള വർത്തമാനം പോലും അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തിനാ അത്? ഇങ്ങനെയൊക്കെ ഉള്ളതാണോ മാഷേ? അതൊന്നും എനിക്ക് യോജിച്ചില്ല കേട്ടോ. എനിക്ക് ദേഷ്യം വന്നു സത്യം പറഞ്ഞാൽ. വേണ്ട, ഇന്നത്തെ കാലത്ത് കുട്ടികളില്ലാത്തവരെ ആശ്വസിപ്പിക്കാനാണ് നാട്ടുകാരായാലും ശരി, വീട്ടുകാരായാലും ശരി ശ്രമിക്കുന്നത്. അപ്പോൾ അവർ തന്നെ ഓൾറെഡി വല്ലാതെ സങ്കടപ്പെട്ട് മാനസികമായ പ്രശ്നങ്ങളും പിരിമുറുക്കങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ അവരെ മറ്റുള്ളവർ ശരിക്ക് ഹെൽപ്പ് ചെയ്യുക, ആശ്വസിപ്പിക്കുകയൊക്കെയാണ് ഇപ്പം സാധാരണഗതിയിൽ ചെയ്യാറ്. കാരണം ഇന്ന് എല്ലാവർക്കും വിദ്യാഭ്യാസമുണ്ട്. ശരിക്ക് പെണ്ണിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമാണ് കുട്ടികൾ ഉണ്ടാകാത്തത് എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ സമ്മതിച്ചു. അത് വിദ്യാഭ്യാസം ഇല്ലാത്ത കാലത്ത്. ഇന്ന് അങ്ങനെയാണോ? എല്ലാവർക്കും ഈ മണ്ടയുണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ എടുക്കുന്നത്? ഇന്നൊന്നും അങ്ങനെയൊന്നും ആരും പറയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പെണ്ണുങ്ങളെക്കാളും കുറേ ആണുങ്ങൾക്കും ഈ പ്രശ്നം ഉണ്ട്. കുട്ടികൾ ഇല്ലാതിരിക്കാൻ ബീജ കൗണ്ട് കുറവ്, അങ്ങനത്തെ അതൊക്കെ ഈ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൽ മുറുകെ പിടിച്ച് എപ്പോൾ നോക്കിയാലും അനങ്ങിയ കൊത്തുവാക്കുകൾ, അത് മറ്റത് മറിച്ചത്, അത് വല്ലാത്തൊരു മുഷിപ്പാണ് തരുന്നത്. ആ കാര്യത്തിൽ എനിക്ക് ഈ സിനിമയിൽ ഒരു മൈനസായിട്ട് തോന്നി. പക്ഷേ അതേസമയം ഇങ്ങനെയൊരു വിഷയത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ട് ആ കോമഡിയിൽ ഇത് അവതരിപ്പിച്ചത് നന്നായിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം അവർ ഒന്ന് വിട്ട് കളയാമായിരുന്നു. ഒന്നോ രണ്ടോ ആൾ മാത്രം ഇങ്ങനെ പറയുന്ന പോലെ വെച്ചിട്ട് ആ ദമ്പതികൾക്ക് തന്നെ മാനസികമായിട്ട് ഈ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിലാണെങ്കിൽ ഒന്നുകൂടി നന്നാകുമായിരുന്നു. ഇത് എല്ലാവരും നാട്ടുകാർ മൊത്തം ഇത് തന്നെ പറഞ്ഞാൽ, എവിടെ നോക്കിയാലും പറയാന്ന് പറഞ്ഞാൽ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പറയാന്ന് പറഞ്ഞാൽ, എന്താ ഇത്? അങ്ങനെയൊക്കെ നടക്കുന്ന കാര്യമാണോ? അതെനിക്ക് ഇഷ്ടമായില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ഒരു കാര്യത്തെ വളരെയധികം കാഠിന്യം, ഒരു ഹാർഡാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിത് ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കത് വർക്കൗട്ടായില്ല. പക്ഷേ മറ്റു കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു.